അഭിലാഷ, ഇപ്പോൾ നമ്മളൊപ്പം കൊടിക്കുന്നിൽ സുരേഷ് MP ഉണ്ട്. അദ്ദേഹത്തുമായി നമുക്ക് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും. എന്തായിരിക്കും ഈ ബജറ്റിൽ നിന്നും പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നത്? അതായത് ഇടത്തരക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പാവപ്പെട്ടവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ നിൽക്കുന്നു. എന്താണ് കോൺഗ്രസിന്റെയും പ്രതിപക്ഷം? അല്ല, ഈ ബഡ്ജറ്റിലും സാധാരണക്കാർക്കോ ഇടത്തരക്കാർക്കോ ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനം ലഭിക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ ബജറ്റുകളിലും ഇവിടുത്തെ സമ്പന്നവർഗം, അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾ, മൾട്ടിനാഷണൽ കമ്പനികൾ അവർക്ക് വാരിക്കോരി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മൻരേഗയുടെ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വീതം വെട്ടിക്കുറച്ചു. അതോടൊപ്പം തന്നെ SC/ST വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ടിൽ കാര്യമായ കുറവ് വരുത്തി. ന്യൂനപക്ഷങ്ങളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാര്യമായ കുറവ് വരുത്തി. അപ്പോൾ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനോ യുവാക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നില്ല. കൃഷിക്കാരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. കേരളത്തിലടക്കമുള്ള നാണ്യവിളകൾക്ക് നേരിടുന്ന പ്രതിസന്ധിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം ബഡ്ജറ്റിലുണ്ടായില്ല. അത് തന്നെയായിരിക്കും ഇത്തവണ ആവർത്തിക്കുന്നത്. അതുപോലെ ഇൻകം ടാക്സിന്റെ പരിധി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും ഉണ്ടായില്ല. ഇതിൽ നിന്നും വലിയ വ്യത്യാസം വരാത്ത ഒരു ബഡ്ജറ്റ് തന്നെയായിരിക്കും. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, സമ്പന്നവർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അദാനി, അംബാനി അവർ സ്വാധീനം ചെലുത്തുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും ഇത്തവണയും പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഈ കേരളവുമായി ബന്ധപ്പെട്ട് കേരളം നിരവധി ആവശ്യങ്ങൾ പലപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്നും തന്നെ നടന്നിട്ടില്ല. ഇത്തവണ ഏറ്റവും കൂടുതൽ ഒരു പ്രതീക്ഷ നമുക്കത് ഉണ്ടാവുമെന്നുള്ളൊരു പറയാൻ പറ്റില്ല. പക്ഷേ അതിൽ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് വയനാടുമായി ബന്ധപ്പെട്ട പുനരധിവാസ പാക്കേജാണ് കേരളം ആവർത്തിച്ചിട്ടുള്ളത്. എത്രത്തോളം പ്രതീക്ഷയാണ് അതിൽ? അല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കടുത്ത അവഗണനയാണ് മോദി സർക്കാർ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആന്ധ്രയും അതുപോലെ തന്നെ ബീഹാറും, ഈ രണ്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടികളാണ് കേന്ദ്ര ഗവൺമെന്റിനെ താങ്ങി നിർത്തിയിരിക്കുന്നത്. ബീഹാറിലെ നിതീഷ് കുമാറും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡു, ഈ രണ്ട് പാർട്ടികളുടെ സഹായത്തോടു കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ അവർ ആവശ്യപ്പെട്ടതെല്ലാം കൊടുത്തു. ബഡ്ജറ്റിന് ശേഷവും ഈ രണ്ട് മുഖ്യമന്ത്രിമാർ ആവശ്യപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കൊടുത്തു. അതേസമയം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് തികഞ്ഞ അവഗണന കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പാക്കേജ് ഇല്ല, അതുപോലെ തന്നെ പ്രത്യേക പദ്ധതികളില്ല, പ്രത്യേക ആനുകൂല്യങ്ങളില്ല. ഉദാഹരണത്തിന് കേരളത്തെ തന്നെ എടുത്തു നോക്കിയാൽ കേരളത്തോട് കടുത്ത അവഗണനയാണ് കഴിഞ്ഞ ബജറ്റുകളിൽ കാണിച്ചിട്ടുള്ളത്. ഇത്തവണയും എന്തെങ്കിലും കേരളത്തിന് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ വയനാട് പുനരധിവാസ പാക്കേജ് 24,000 കോടി രൂപയുടെ പാക്കേജാണ് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളത്. ആ പാക്കേജ് അതേപടി അംഗീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല. വയനാട് പുനരധിവാസ പാക്കേജിൽ തുടക്കം മുതലേ സംസ്ഥാന ഗവൺമെന്റിനോട് സ്വീകരിച്ച നിലപാടും വയനാട് പാക്കേജിനോട് സ്വീകരിച്ച നിലപാടും നമുക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ നിരവധിയായ മറ്റ് പ്രോജക്റ്റുകൾ, ആ പ്രോജക്റ്റുകൾക്കൊന്നും ഒരു തരത്തിലുള്ള പരിഗണന ലഭിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആസ് യൂഷ്വൽ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ലഭിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിനും തരുന്ന ആ ഫണ്ടുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അല്ലാതെ കേരളത്തിന് എന്തെങ്കിലും അധികമായി തരുന്ന ഒരു തീരുമാനം ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് കരുതുന്നില്ല. പക്ഷേ കേരളത്തോട് കാണിച്ച അവഗണന ഇത്തവണയും തുടരാനാണ് സാധ്യത. ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. താങ്കൾ തന്നെ നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഏറ്റവും ഒടുവിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ MP-മാരും അല്ലെങ്കിൽ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലും വന്നിട്ടുള്ള ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഏറ്റവും സുപ്രധാന ആവശ്യം അത് ഏതാണ്? അതിനുള്ള സാധ്യത എത്രയാണ്? കേരളത്തിൽ നിരവധിയായ റെയിൽവേ പദ്ധതികൾ റെയിൽവേ മന്ത്രാലയത്തിന് മുന്നിലുണ്ട്. അതിലൊന്നാണ് അങ്കമാലി ശബരി റെയിൽപാത. അത് വാജ്പേയി ഗവൺമെന്റ് കാലത്ത് പ്രഖ്യാപിച്ചതാണ്. അന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ പദ്ധതിക്ക് ചെലവാകുന്ന പൂർണ്ണമായ തുക കേന്ദ്രം അല്ലെങ്കിൽ റെയിൽവേ മന്ത്രാലയം വഹിക്കുമെന്ന് പറയാം. അന്ന് സംസ്ഥാന ഗവൺമെന്റുമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു കണ്ടീഷൻ പറഞ്ഞുകൊണ്ടല്ല ആ ലൈൻ പ്രഖ്യാപിച്ചത്. അത് ശബരിമലയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അങ്കമാലിയിൽ നിന്ന് ശബരിമലയിലേക്ക് ഒരു പാത റെയിൽവേ തന്നെ അതിന്റെ പൂർണ്ണമായ ചെലവ് വഹിക്കുന്നത്. പിന്നീടാണ് റെയിൽവേ അതിനകത്ത് നിലപാടുകൾ മാറ്റിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം കൂടി വേണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് വിഹിതം കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ റെയിൽവേ പല ഘട്ടത്തിലും അവരുടെ നിലപാടുകൾ മാറ്റിയത് കൊണ്ടാണ് അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകാത്തത്. ഈ ബഡ്ജറ്റിലും അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് ആവശ്യമായ ഫണ്ട് മാറ്റിവെക്കുമോ എന്നുള്ളത് ആകാംക്ഷയോട് നമ്മൾ നോക്കിക്കാണുകയാണ്. അതുപോലെ തലശ്ശേരി മൈസൂർ പാതയുടേത്, നിലമ്പൂർ നഞ്ചങ്കോട് പാതയുണ്ട്, അതുപോലെ തന്നെ ഗുരുവായൂർ കുറ്റിപ്പുറം പാതയുണ്ട്, അതുപോലെ പാണത്തൂർ ലൈനിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പദ്ധതികളാണ്. അതൊന്നും തന്നെ കഴിഞ്ഞ ബഡ്ജറ്റുകളിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത്.
എന്നുള്ളതാണ്. അതുപോലെ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് കന്യാകുമാരി വരെയുള്ളത് മന്ദഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ ആലപ്പുഴ വഴി എറണാകുളം പാതയുടെ ഇരട്ടിപ്പിക്കൽ, തുറവൂർ പട്ടണക്കാട് ഭാഗത്ത് ഇപ്പോഴും സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായിട്ടില്ല. അതും ഇങ്ങനെ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ട്രെയിനുകൾ വേണമെന്നുള്ള ആവശ്യത്തിനും വലിയ പരിഗണന ലഭിച്ചില്ല. വന്ദേ ഭാരത് 2 ട്രെയിനുകൾ മാത്രമായി ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ റെയിൽവേ ആവശ്യങ്ങളോട് വേണ്ടത്ര രീതിയിൽ പോയില്ല. ചില കണക്കുകൾ വെച്ചുകൊണ്ട് അത് പെരുപ്പിച്ച് കാട്ടിക്കൊണ്ട് കേരളത്തിന് മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഫണ്ട് ഞങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ ഗുണഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം കേരളത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.